അങ്ങനെ എൻ്റെ ട്രേഡ് ലൈസൻസ് എക്സ്പയർ ആയി, ഇവിടുത്തെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞു. ഞാൻ നാട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അജ്മലെ. കമ്പനി ലൈസൻസ് എക്സ്പയർ ആയി കഴിഞ്ഞാൽ നാട്ടിലോട്ട് പോകാൻ പറ്റുന്ന എന്നോട് ആരാ പറഞ്ഞത്? അപ്പോൾ നിൻ്റെ കമ്പനിയുടെ ലൈസൻസ് ലിക്വിഡേറ്റ് ചെയ്യണ്ടേ, ബാക്കിയുള്ളതിൻ്റെ ക്ലോഷർ പ്രോസസ്സ് ഒക്കെ ചെയ്യണ്ടേ, തിരിച്ച് വീണ്ടും ദുബായിലോട്ട് തന്നെ എൻ്റർ ആവണ്ടേ? ലിക്വിഡേഷനോ ക്ലോസർ പ്രോസസ്സോ? അപ്പോൾ ഇനി എന്തൊക്കെ പ്രോസസ്സ് ഇതിനകത്ത് ബാലൻസ് ഉള്ളത്? നിൻ്റെ ലൈസൻസ് എക്സ്പയർ ആയി, നിനക്ക് നിൻ്റെ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യണം. ഈ ലിക്വിഡേഷൻ പ്രോസസ്സിൽ നീ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ പോയിന്റ്, ദുബായ് എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റ് വഴി നീ നിൻ്റെ കമ്പനിയുടെ എല്ലാ ലിക്വിഡേഷൻ പ്രോസസ്സുകളും കംപ്ലീറ്റ് ചെയ്ത് NOC വാങ്ങിയ ശേഷം മാത്രം നീ എന്ത് ചെയ്യുക, കൺട്രി എക്സിറ്റ് ആവുക. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ലിക്വിഡേഷൻ പ്രോസസ്സെല്ലാം നീ പ്രോപ്പറായി ചെയ്ത് എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റ് NOC വാങ്ങിയില്ലെങ്കിൽ തിരിച്ച് നീ വീണ്ടും ദുബായിലോട്ട് വന്ന് നിനക്കൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിൻ്റെ പഴയ കമ്പനീസിൻ്റെ പെനാൽറ്റീസ് എല്ലാം നീ പേ ആക്കേണ്ടതുണ്ട്. ഇത് മന്ത്ലി പെനാൽറ്റീസ് DD ഡിപ്പാർട്ട്മെൻറ്റ് നിൻ്റെ നിന്ന് ചാർജ് ആക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും പോയിന്റ്സ് നീ നിൻ്റെ ലിക്വിഡേഷൻ പ്രോസസ്സിൽ ഓർമ്മ വെച്ചോ, അതിനുശേഷം മാത്രം നീ നിൻ്റെ ട്രാവൽ പ്ലാൻ ചെയ്താൽ മതി. എന്നാൽ ശരി അജ്മലെ, ഈ പ്രോസസ്സൊക്കെ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വരാം. നിങ്ങളുടെ ട്രേഡ് ലൈസൻസും എക്സ്പയർ ആയോ? നിങ്ങളും ലിക്വിഡേഷനെ കുറിച്ച് ആലോചിക്കണോ എങ്കിൽ എത്രയും പെട്ടെന്ന് കണക്ട് ചെയ്തു.